ഹായ് ഗായ്സ്, ഇന്ന് വന്നിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് അല്ല കേട്ടോ. നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഒട്ടുമിക്ക ഗേൾസ് ഇപ്പോൾ വീട്ടിൽ തന്നെയാണ് നമ്മുടെ ഫേസിലത്തെ ഹെയറും അതേപോലെ ത്രെഡൊക്കെ ചെയ്യുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്തിരുന്നത്. പക്ഷേ ഈ ബ്രാൻഡിൻ്റെ ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്നത് സ്മിട്ടേണിലത്തെ ബോംബെ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഇറേസറായിരുന്നു കേട്ടോ. സൂപ്പർ ഇറേസറായിരുന്നു. ഫേസ് മുറിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ ഫേസിലത്തെ ഹെയർ റിമൂവ് ചെയ്യാനും നേരത്തെ കാണിച്ച ചെറുതുണ്ടല്ലോ അത് നമ്മുടെ പിരികം ത്രെഡ് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇത് മാത്രമല്ല ഇതിൻ്റെ കൂടെ എനിക്കൊരു ജെല്ലും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ പർപ്പിൾ നിന്നാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഫേഷ്യൽ ഇറേസ് ചെയ്യാനും അതേപോലെ തന്നെ ഈ ജെല്ല് എനിക്ക് കോംബോയിൽ കിട്ടിയതാണ് കേട്ടോ. ഇതിന് റേറ്റ് വന്നിട്ട് 298 ആ ഒരു റേറ്റാണ് കേട്ടോ ഉണ്ടായിരുന്നുള്ളത്. ചിലപ്പോൾ ഓഫറുള്ള സമയത്തൊക്കെ കുറച്ചും കൂടി റേറ്റ് കുറവായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഈ ജെല്ലൊന്ന് അപ്ലൈ ചെയ്തിട്ടൊന്ന് ഫേസൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി എടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ജെല്ലില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് മോയ്സ്ചറൈസറാണുള്ളത്, അലോവേര ജെൽ ഉണ്ടെങ്കിൽ അതുമായാലും മതി. ജസ്റ്റ് ഒന്ന് ഫേസിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം ഫേസിലത്തെ ഹെയർ റിമൂവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് നന്നായിട്ട് പൊട്ടാനും ചോര വരാനൊക്കെ ചാൻസ് കൂടുതലാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് വല്ല പരിപാടി ഉണ്ട്, പുറത്തോട്ട് പോകണം, ഫേസിലത്തെ ഹെയറും അതേപോലെ ത്രെഡൊക്കെ ചെയ്തിട്ട് കുറേ കാലമായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കയ്യിൽ സംഭവം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന എളുപ്പവഴിയാണ് കേട്ടോ അത്. പിന്നെ നമ്മളിത് ചെയ്യുമ്പോൾ താഴെ നിന്ന് മുകളിലോട്ട് ഒരിക്കലും ചെയ്യരുത്, മുകളിൽ നിന്ന് താഴോട്ട് വേണ്ടിട്ടാണ് ചെയ്യാൻ. കാരണം അത് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ് പെട്ടെന്ന് മുറിയും. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഓൾറെഡി ചെയ്യേണ്ടത്. നമ്മുടെ രോമം ഹെയർ എങ്ങനെയാണോ നിൽക്കുന്നത് ആ ഡയറക്ഷനിലേക്കാണ് കേട്ടോ ചെയ്യേണ്ടത്. നേരെ ഓപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, അതാകൊരു പിന്നെയും പെട്ടെന്ന് വളരാനൊക്കെ ചാൻസ് കൂടുതലാണ്. പിന്നെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കുരുള്ള ഭാഗത്തൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. എൻ്റെ മുഖത്ത് 3-4 കുരുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പൊട്ടിയിട്ട് ചോര വന്നായിരുന്നു കേട്ടോ ചെറുതായിട്ട്. പിന്നെ അത് പതുക്കെ ചെയ്താൽ മതി. ഇത് കുറച്ച് സ്പീഡ് പോലെ നിങ്ങൾക്ക് തോന്നും കേട്ടോ. ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയതാണ്. പതുക്കെ ഉണ്ടോ ഞാൻ ചെയ്യണത്, അത്രയും പതുക്കെ മാത്രമേ ശ്രദ്ധിച്ചിട്ട് വേണട്ടോ ചെയ്യാൻ. ഞാൻ പിന്നെ മൊബൈലിലേക്ക് നോക്കി ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ നോക്കി ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും എൻ്റെ ഫേസും കാര്യങ്ങളൊക്കെ മുറിയും. അപ്പോൾ ഞാൻ ചെറിയൊരു കണ്ണാടി നോക്കിയിട്ടാണ് ചെയ്യണത്. പെട്ടെന്ന് തന്നെ ഹെയറൊക്കെ റിമൂവ് ചെയ്ത് പോരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ചെയ്ത് പരിചയമില്ലാത്തവരാണെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഫസ്റ്റ് ടൈമൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ചിലർക്ക് പേടിയായിരിക്കും സ്വയം ചെയ്യാൻ വേണ്ടിയിട്ട്. പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ പലരും വിചാരിക്കും കാട് പോലെ വലുതാവോ എന്നൊക്കെ. ഒരിക്കലും ഇല്ല. ഇതിങ്ങനെ നമുക്കിപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഞാനിപ്പോൾ ഈ ചെയ്യുന്ന ഈ കോല് പോലത്തെ സാധനം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇറേസർ, ഈ സാധനം നമുക്കൊരു 4-5 വട്ടമാണ് കേട്ടോ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും യൂസ് ചെയ്യണം. ഞാനൊരു മാസം 2 വട്ടമൊക്കെയാണ് ഞാനിത് ചെയ്യാറുള്ളത്. ഈ 2-3 മാസത്തേക്കൊക്കെ ഈ ഒരു സംഭവം ലാഭമാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താ പറയുക, ഞാൻ മീശയുടെ ഭാഗത്തൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ നന്നായിട്ട് ഹെയറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കണം. അതേപോലെ കഴുത്തിലത്ത് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. കഴുത്തിൽ ഈ ഒരു ഭാഗം ചെയ്തപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് പണി കിട്ടി. ഞാനവിടെ അലോവേര ജെല്ല് ഞാൻ ചെറുതായിട്ട് തേക്കാൻ മറന്നു പോയെന്ന് തോന്നുന്നു. നന്നായിട്ട് അവിടെ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ ഈ കുരുള്ള ഭാഗത്ത് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ട് ചോര വന്നായിരുന്നു. കുഴപ്പമൊന്നുമില്ല, അത് സർവ്വസ്വാഭാവികമാണ്. കാരണം കുരുള്ളോടത്ത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ അത് നല്ലൊരു സോഫ്റ്റ്നെസ്സും ഗ്ലോ ഒക്കെ കിട്ടിയ പോലെ തോന്നും കേട്ടോ നമുക്ക് ഈ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ. അതിനാണ് നമ്മൾ ഈ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഇതിങ്ങനെയൊക്കെ ചെയ്യണത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സംഭവത്തിൻ്റെ ഉപയോഗം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇതിങ്ങനെ തന്നെ വെക്കരുത്, നന്നായിട്ടൊന്ന് ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിലോ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ചെയ്യാനായിട്ട്. പിന്നെ ഞാനിതാ നമ്മുടെ പിരികം ത്രെഡ് ചെയ്യാൻ പോവുകയാണ്. അത് ഈ ഒരു സംഭവം വെച്ചിട്ടാണ്, ഈ കുഞ്ഞ് സാധനം വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. ഇത് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം ഗൈസ്, നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം തന്നെ ചെയ്യാൻ കേട്ടോ. പെട്ടെന്ന് നമ്മൾ ധൃതി പിടിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. ഒക്കെ അവിടെ ഇവിടെയൊക്കെ അവതാളത്തിലായി പോകും. കാരണം നമ്മൾ പണ്ടൊക്കെ ചെയ്തിരുന്ന എങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നമ്മുടെ ഈ നൂലുകൊണ്ട് പിടിച്ച് വലിക്കണം, ഇങ്ങനെ പ്ലക്ക് ചെയ്ത് കളയല് ചെയ്യൽ. അതാകുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും. ഇതാകുമ്പോൾ വലിയ വേദനയൊന്നും ഉണ്ടാവില്ല. പെയിൻലെസ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ത്രെഡ് ചെയ്യാൻ പറ്റുന്നൊരു കിടുക്കാച്ചി വഴി തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ കാർമസിയുടെ ബ്രാൻഡ് മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ ബോംബെയുടെ ബ്രാൻഡ്, എനിക്ക് ഇതിനെക്കാട്ടും ഇഷ്ടമായത് ബോംബെ ബ്രാൻഡിൻ്റെ ഫേഷ്യൽ ഇറേസറാണ് കേട്ടോ. അതാണ് കുറച്ചും കൂടി കിടുക്കാച്ചി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതൊക്കെ ചെയ്യും, ആ ഇറേസർ കൊണ്ട് ചെയ്യുമ്പോൾ എൻ്റെ ഫേസിൽ എന്താ പറയുക കുറച്ചും കൂടി ഇതിനെക്കാട്ടി കുറച്ചുകൂടി സോഫ്റ്റ്നെസ്സും അതേപോലെ തന്നെ ഫേസ് പൊട്ടണ കാര്യങ്ങളായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇതെനിക്ക് അത്ര അങ്ങോട്ട് തൃപ്തികരമല്ല. എന്നാലും കുഴപ്പമില്ല, നല്ല വൃത്തിക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഒരുപൊട്ടലൊക്കെ ഉണ്ടാകും, ഞാൻ കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ
ഫേഷ്യൽ ഇറേസർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മുടെ കയ്യിൽ ഒന്ന് അലോവേര ജെൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ചോരയൊക്കെ പൊട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പൗഡറൊക്കെ ഇട്ടിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു ദിവസം കൊണ്ട് അതങ്ങ് മാറും, ചുറ്റുനീട്ടൊക്കെ മാറും. അപ്പോൾ വീഡിയോ വന്നിട്ട് ഇത്രയുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീട്ടിലെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടാറ്റാ.